ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സിലെ നമ്മളൊരു ഭാഗം പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരെങ്കിലും ഇത് കാണുക. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്തിരുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നു. അതായത് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ 3 എണ്ണമാണ് പറയണത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, പേയ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് വരും കേട്ടോ. അപ്പോൾ ഇവർ 3 പേരുമാണ് ഈ ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് ലൈസൻസിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് പേയ്മെൻറ്റ് ബാങ്ക്സിനെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവയ്ക്ക് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവ എങ്ങനെയൊക്കെയാണ് പ്രവർത്തന പരിധി, ഇന്ന് നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ പേയ്മെൻറ്റ് ബാങ്ക്സ് ആണുള്ളത്, അവയുടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, പഠിക്കാം. Payment banks are non-full service banks under the Indian banking system that provide a limited range of products such as acceptance of demand deposits and remittance of funds, but have a widespread network of access points, particularly to remote areas, either through their own branches networks or through banking correspondence or networks provided by others. അതായത് ബാങ്ക്സ് ഇല്ലാത്ത സ്ഥലത്ത് അവർ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ എല്ലാ സർവീസസും അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഇല്ല. ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് മാത്രമേ പേയ്മെൻറ്റ്സ് ബാങ്ക്സ് ഡീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, പിന്നെ റെമിറ്റൻസ് ഓഫ് ഫണ്ട് റെമിറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. ബ്രാഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ബ്രാഞ്ച് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഈ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് പഠിക്കണം. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ്? അവർ ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് നൽകുന്നത്. ആക്സെപ്റ്റൻസ് ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓൺലി. റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിമോട്ട് ഏരിയാസിൽ അവരുടെ ബ്രാഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് സെറ്റിംഗ് അപ്പ് പേയ്മെൻറ്റ് ബാങ്ക്സ് അണ്ടർ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ടു ഫർദർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ സെറ്റപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. സ്മോൾ സേവിങ്സ് അക്കൗണ്ട്സ് പേയ്മെൻറ്റ്സ്, റെമിറ്റൻസ് സർവീസസ് ടു മൈഗ്രൻ്റ് ലേബർ വർക്ക് ഫോഴ്സ്. മൈഗ്രൻ്റ് ആയിട്ടുള്ള ലേബേഴ്സിന് അവർക്കൊക്കെ കൂടുതലായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ലോ ഇൻകം ഹൗസ് ഹോൾഡ്സിന്, സ്മോൾ ബിസിനസ്സസിന്, അതർ അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസിന് തന്നെയായിരുന്നു നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കിലും പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സെക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് സിസ്റ്റം ഇപ്പോൾ 6 പേയ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് കേട്ടോ. 6 പേയ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഇപ്പം പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആണ് ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് ഈസ് ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള തന്നെയാണ് IPPB എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആണ് ലാർജസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. അതൊരു പോയിൻ്റാണ്. പിന്നെ ഇറ്റ് ഈസ് ദ ഓൺലി വൺ പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. 2018 ലോഞ്ച് ചെയ്തത്. ഡൽഹി ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൂടെ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ആദ്യമായിട്ട് ഭാരതി എയർടെലാണ് ആദ്യമായിട്ട് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു പ്രധാന കൊട്ടക് മഹീന്ദ്ര കമ്പനിയുമായിട്ട് മെർജ് ചെയ്ത്, കൊട്ടക് മഹീന്ദ്രയുടെ സഹകരണത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ഭാരതി എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് എന്നുള്ള പേരിൽ ഭാരതി എയർടെൽ കൊണ്ടുവരുന്നത്, എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്സ്. ഓക്കെ, അത് വർഷം 1/1/2017 അത് ഓർത്ത് വയ്ക്കണം. 1/1/2017 എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ഫസ്റ്റ് നിലവിൽ വന്നു. അത് ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഉള്ളത് പേടിഎം എന്നുണ്ട്. പേടിഎം നോയിഡ, UP നോയിഡയിലാണ് 2017 സ്റ്റാർട്ട് ചെയ്തത്. ഫിനോ എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ട്, മുംബൈയാണ് ആസ്ഥാനം. 2017 തന്നെയാണ് എല്ലാം കേട്ടോ. ഓക്കെ, എല്ലാം ഓർത്ത് വയ്ക്കുക. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. NSDL പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ജിയോ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, 2018 മുംബൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, പേടിഎം ഉണ്ട്, ഫിനോ ഉണ്ട്, NSDL ഉണ്ട്, ജിയോ ഉണ്ട് കേട്ടോ. ഇത്രയാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇപ്പോൾ വർക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ പേയ്മെൻറ്റ് ബാങ്ക് അല്ലാത്തത് ഏത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, അതുകൊണ്ട് നമ്മളിത് ഓർത്തിരുന്ന് പഠിക്കാം.
ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലോഞ്ച് ചെയ്തതിനെക്കുറിച്ച്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രാധാന്യം അറിയാം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 1, 2018 നമ്മുടെ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ദാറ്റ് എയിംസ് ടു മേക്ക് ബാങ്കിങ് സർവീസസ് അവൈലബിൾ അറ്റ് എ പീപ്പിൾസ് ഡോർ സ്റ്റെപ്പിൽ ബാങ്കിങ് സർവീസസ് അവൈലബിൾ ആവുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പണ്ട് കാലത്തെ അറിയാം. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ നേരിട്ട് അല്ലേ. ഒരു ബാങ്കിൽ പോണേക്കാളും നമുക്കൊരു കംഫർട്ട് തോന്നും. ഒരു പോസ്റ്റ് ഓഫീസിൽ പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ പോസ്റ്റ് ഓഫീസ് നമ്മുടെ അടുത്തല്ലേ എന്നുള്ളൊരു നമുക്കൊരു അടുപ്പം തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് അവിടുത്തെ ഒരു രീതികളൊന്നും അറിയില്ല. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസിൽ പോകുകയെന്ന് പറഞ്ഞാൽ പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ബാങ്കിൽ പോകുകയെന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്താ ചെയ്യുക, അവിടെ ഫോംസ് ഫില്ല് ചെയ്യണം, അവിടെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഒന്നും അവർക്ക് അത് ഒരു വ്യക്തത ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് എന്തിനെയാണ്? പോസ്റ്റ് ഓഫീസ് സർവീസസിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ആ ഒരു രീതിയിലാണ്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്ക് ഏതെല്ലാമാണ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, എന്നാണ് വർക്ക് ചെയ്തത്, ഏറ്റവും വലിയ പേയ്മെൻറ്റ് ബാങ്ക് ഏതാണ്, ഇപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് ഏതാണ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുണ്ട്, ചോദിക്കാറുള്ളതുമാണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അത് തന്നെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് കേട്ടോ. ആർക്കൊക്കെ? സ്മോൾ സേവിങ്സ് അക്കൗണ്ട്സ് ടു സ്മോൾ ബിസിനസ്സസ്, മൈഗ്രൻ്റ് ലേബർ വർക്ക് ഫോഴ്സ്, ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, അതർ അൺഓർഗനൈസ്ഡ് സെക്ടർ എൻറ്റിറ്റീസ് ആൻഡ് അതർ യൂസേഴ്സ്. ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണല്ലോ തുടങ്ങിയത് പേയ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു എസ്റ്റാബ്ലിഷ് ചെയ്തു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്തെല്ലാമാണ് ചെയ്യുന്നത് നോക്കാം. they do not lend to customers and instead deploy their funds in bank deposits and government papers. They can accept, നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഡെപ്പോസിറ്റ് കുറച്ച് കാറ്റഗറീസിൽ മാത്രമേ പ്രവർത്തനമുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാത്രമേ വാങ്ങിക്കാൻ കഴിയുള്ളൂ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാത്രമേ അവർ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കാസ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും കൂടിയതാണ് കാസ എന്ന് പറയുന്നത്. അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതായത് എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളത്. ഇഷ്യൂ എ ടി എം കാർഡ് കൊടുക്കും, ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡാണല്ലോ ഡെബിറ്റ് കാർഡ് കൊടുക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല കേട്ടോ. നോട്ട് ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. പിന്നെ ബാങ്ക് ഗ്യാരണ്ടീസ് ഇല്ല, ടേം ഡെപ്പോസിറ്റ് ഇല്ല, NRI ഡെപ്പോസിറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇല്ലാത്തത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഇവരുടെ സർവീസസിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഇവർ തരാത്ത സർവീസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓൺലി. ATM ഉണ്ടോ? ATM ഉണ്ട്. ഡെബിറ്റ് കാർഡ് ഉണ്ടോ? ഡെബിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇല്ല. ബാങ്ക് ഗ്യാരണ്ടീസ് ഇല്ല. ടേം ഡെപ്പോസിറ്റ് FDs ആണെങ്കിൽ ടേം ഡെപ്പോസിറ്റ് ഇല്ല. NRI ഡെപ്പോസിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇല്ലയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം ഏതൊക്കെയാണ് ഇല്ലാത്തത്, ഏതൊക്കെയാണ് ഉള്ളത്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ATM ഡെബിറ്റ് കാർഡ് ഒന്നാണ്. അപ്പോൾ ആ സർവീസ് ഉണ്ട്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഇല്ല, ബാങ്ക് ഗ്യാരണ്ടി ഇല്ല, ടേം ഡെപ്പോസിറ്റ് അതായത് FDs ഇല്ല, NRI ഡെപ്പോസിറ്റ്സ് ഇല്ല. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത മേഖലയിലാണ്. ഓക്കെ, പിന്നെ ഇവർക്ക് എത്ര ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം? ഡെപ്പോസിറ്റ് വാങ്ങാമെന്ന് പറഞ്ഞു. അവിടെയും കണ്ടീഷൻ ഉണ്ട്. 2 lakh ആണ് കേട്ടോ. പെർ ഇൻഡിവിജ്വൽ 2 lakh മാത്രമേ വാങ്ങാൻ പറ്റൂ എന്നുണ്ട്. ഓക്കെ, കുറേ വാങ്ങിക്കാം എന്നില്ല. അവർക്ക് 2 lakh വാങ്ങാൻ പാടുള്ളൂ. ദേ കാൺ ഗീവ് ലോൺസ്. കാരണം അവർക്ക് ലോൺ കൊടുക്കാനൊന്നുമില്ല. ഇത് വാങ്ങിയിട്ട് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് താഴെ പറയും. ഓക്കെ, ലോൺ കൊടുക്കുന്നില്ല. അപ്പോൾ ലോൺ കൊടുക്കാത്ത കാരണം ഇവരെങ്ങനെ വർക്ക് ചെയ്യുമല്ലേ? സാധാരണ ലോൺസ് കൊടുക്കുമ്പോഴാണ് ഡെപ്പോസിറ്റ് വാങ്ങി ലോൺ കൊടുക്കുന്ന കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, ആ ഡിഫറൻസ് ആണ് അവർക്ക് എന്തുള്ളത്, അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. അത് കാരണമാണ്. അപ്പോൾ ഇവർ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ മണി എന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റി. അപ്പോൾ ഇവർക്ക് ലോ റിസ്ക് ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള റിട്ടേൺ ആണ് ഇവരുടെ പ്രവർത്തന മൂലധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവർക്ക് പ്രോഫിറ്റ് അതാണ്. ദ മിനിമം ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ ടു ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് പ്രൊമോട്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക് വിൽ ഹാവ് ഇറ്റ് ടു അറ്റ്ലീസ്റ്റ് 40% ഫോർ ഫസ്റ്റ് 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിനിമം ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ 40% വേണമെന്ന് നമ്മൾ പറഞ്ഞു. പ്രൊമോട്ടേഴ്സ് തുടങ്ങുന്നവർ 40% പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. അത് നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കിലും അങ്ങനെ തന്നെയാണ്. 40% ആണ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവരെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യും? മ്യൂച്വൽ ഫണ്ട്സ് അലൗഡ് ടു സെൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, പെൻഷൻ പ്രോഡക്ട്സ്, ആക്സെപ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്,
അതൊക്കെ അവർക്ക് ബാങ്ക് കുറച്ചും കൂടി ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാം. പക്ഷേ ഇവർക്ക് ക്രോസ് ബോർഡർ റെമിറ്റൻസ് ഒന്നും പാടില്ല. അതായത് NRI പിന്നെ ബോർഡേഴ്സ് NRI റെമിറ്റൻസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ പറഞ്ഞില്ല, NRI ഡെപ്പോസിറ്റ് പറ്റില്ല എന്ന്. അതുതന്നെയാണ് നോട്ട് ഹാൻഡിൽ ക്രോസ് ബോർഡർ റെമിറ്റൻസ്. ക്രോസ് ബോർഡർ റെമിറ്റൻസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പാടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, 2 ലക്ഷമാണ് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് പിന്നെ ലോൺസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അവർ ആ മണി എന്ത് ചെയ്യും, ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റാണ് അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കിട്ടുക. പിന്നെ പ്രൊമോട്ടേഴ്സ് എത്ര ശതമാനം? 40% പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവർ മ്യൂച്വൽ ഫണ്ട്സ് സെല് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ പ്രൊഡക്ട്സ് ഡീൽ ചെയ്യാം, ആക്സെപ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ്. അതൊക്കെ അവരുടെ ബ്രാഞ്ച് ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആക്കി കൊണ്ട് പോകാനുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ചെയ്യേണ്ട, എന്നാലല്ലേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ ക്രോസ് ബോർഡർ റെമിറ്റൻസ് പറ്റുമോ? ഇല്ല, ക്രോസ് ബോർഡർ റെമിറ്റൻസ് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടാർജറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് ഈ പേയ്മെൻറ്റ് ബാങ്ക്സിന് ടാർജറ്റ്? നമ്മൾ പറഞ്ഞു തന്നെയാണ്, പൂവർ മൈഗ്രൻസ്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, വാണ്ടിങ് ടു സെൻഡ് റെമിറ്റൻസ് ഹോം. അവർ തന്നെയാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ടാർജറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂറൽ ഏരിയാസ്. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. മാക്സിമം ബാലൻസ് പെർ കസ്റ്റമർ 2 ലക്ഷം. 2 ലക്ഷമാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു. ദേ ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ദ മണി റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ്സ് ഓൺലി ഇൻ ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇത് വാങ്ങുന്നത്. ദേ കനോട്ട് ആക്സെപ്റ്റ് NRI ഡെപ്പോസിറ്റ് വാങ്ങുമോ? ഇല്ല, NRI ഡെപ്പോസിറ്റ് വാങ്ങില്ല. ദേ ഹാവ് ടു മെയിൻറ്റെയിൻ CRR മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. CRR മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വേണം? 100 കോടി. തുടങ്ങുമ്പോൾ രണ്ടും, അതായത് പേയ്മെൻറ്റ് ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്കും തുടങ്ങുമ്പോൾ 100 കോടി എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും സ്മോൾ ഫിനാൻസ് ബാങ്കിന് അത് 200 കോടിയാക്കി. പക്ഷേ ഇവർക്ക് ഇപ്പോഴും 100 കോടി തന്നെയാണ് കേട്ടോ. അപ്പോൾ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 100 കോടിയാണ്. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ 2 കൂട്ടർക്കും 40% തന്നെയാണ് കേട്ടോ. സ്മോൾ ഫിനാൻസ് ബാങ്കിലും 40% ആണ് പറയണത്, പേയ്മെൻറ്റ്സ് ബാങ്കിലും 40% പറയണത്. ദേ നീഡ് ടു ഇൻവെസ്റ്റ് എ മിനിമം ഓഫ് 75% ഓഫ് ദെയർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞു എവിടെയാണ്, പിന്നെ 75% ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, എലിജിബിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ ട്രഷറി ബിൽസ് വിത്ത് മച്യൂരിറ്റി അപ് ടു 1 ഇയർ. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എവിടെയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണെന്ന് പറഞ്ഞു. അപ് ടു 1 ഇയറിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാക്സിമം 25%, 75% പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി, അതായത് ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ 25%, ബാക്കി വരേണ്ട 25% അവർക്ക് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ സേഫായിട്ട് വയ്ക്കാം. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 തരത്തിൽ, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ട്രഷറി ബിൽസിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ദേ കനോട്ട് സെറ്റപ്പ് സബ്സിഡിയറി ഒന്നും തുടങ്ങാൻ പാടില്ല കേട്ടോ. ടു അണ്ടർടേക്ക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, സബ്സിഡിയറീസ് ഒന്നും തുടങ്ങാനുള്ള, പേയ്മെൻറ്റ് ബാങ്കിന് സബ്സിഡിയറീസ് തുടങ്ങാനുള്ള ഓപ്ഷൻസ് ഇല്ല. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണമെങ്കിൽ ഇവരുടെ ഇക്വിറ്റി എടുക്കാം. ഏത് പ്രകാരം? സെക്ഷൻ 19(2) BR ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്കിന് അവരുടെ ഇക്വിറ്റി സ്റ്റേക്ക് എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ ആവാം, കൊമേഴ്ഷ്യൽ ബാങ്കിന് ആവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻസ് പേയ്മെൻറ്റ് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ബാങ്കുകൾ ഇവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ പറ്റും, ഇക്വിറ്റി സ്റ്റേക്ക് എടുത്തിട്ട് സഹായിക്കാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഹവർ ദേ ആർ അലൗഡ് ടു സെൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പെൻഷൻ പ്രോഡക്ട്സ് ഉണ്ട്, ആക്സെപ്റ്റ് യൂട്ടിലിറ്റി ബിൽസ് പേയ്മെൻറ്റ്സ് ഉണ്ട്. ടു കീപ് ബ്രാഞ്ച് ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആണ്. കാസ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും കൂടിയത് കേട്ടോ. പിന്നെ ATM ഡെബിറ്റ് കാർഡ് ഒക്കെ കൊടുക്കും, പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. NRI ഡെപ്പോസിറ്റ് ഇല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല. ഓക്കെ, ടാർജറ്റ് കസ്റ്റമേഴ്സ് ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേജർ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എലിജിബിൾ പ്രൊമോട്ടേഴ്സ് ക്യാൻ ബി നോൺ ബാങ്ക്. ആരൊക്കെയാണ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കൊക്കെയാണ് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക? ആർക്കൊക്കെയാണ്? നോൺ ബാങ്ക് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ മൊബൈൽ ടെലിഫോൺ കമ്പനീസ്, അതുകൊണ്ടല്ലേ എയർടെൽ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഓക്കെ, എയർടെലാണല്ലോ ആദ്യമായിട്ട് തുടങ്ങിയത്, അപ്പോൾ അത് മൊബൈൽ ടെലിഫോൺ കമ്പനീസ് ആണല്ലോ. അപ്പോൾ അവർക്കൊക്കെയാണ് ഇത് തുടങ്ങാൻ, അത് നോൺ ബാങ്ക് പ്രീപെയ്ഡ്
പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂവേഴ്സിനും അതുപോലെ തന്നെ മൊബൈൽ ടെലിഫോൺ കമ്പനീസൊക്കെയാണ് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങാനുള്ള പ്രൊമോട്ടേഴ്സായിട്ട് പരിഗണിക്കുന്നത്. അവരെ മിനിമം കോൺട്രിബ്യൂഷൻ 40% ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് 5 ഇയേഴ്സിന് 40% ആണെന്ന് പറഞ്ഞു. മാക്സിമം 2 lakh ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മറന്നു വരുന്നത് 100 കോടിയാണ് കേട്ടോ. 100 കോടിയാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിലാണെങ്കിൽ 200 കോടിയാണ്. പിന്നെ ഇവരുടെ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫ്രെയിം വർക്കൊക്കെ അപ്ലിക്കബിൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സെയിം ആണ് കേട്ടോ. കാരണം CRR RBIയിൽ എടുത്തു വയ്ക്കണം, അതൊക്കെ ഉണ്ട്. പിന്നെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ കാര്യം DTL പ്രകാരം തന്നെയാണ് കൊടുക്കുന്നത്. 75% ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ട്രഷറി ബിൽസിൽ. ബാക്കി 25% അവിടെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ SLR മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കണോ. പിന്നെ ലിവറേജ് റേഷ്യോനെ കുറിച്ച് പറയുന്നുണ്ട്. 3% ആണ്. ഷുഡ് നോട്ട് എക്സീഡ് ചെയ്യാൻ പാടില്ല. 33 ടൈംസ് ഓഫ് ഇറ്റ്സ് നെറ്റ്വർത്തിനേക്കാൾ 33% കൂടുതൽ ലിവറേജ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ബാങ്കിങ് കറസ്പോണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ട് ആസ് എ ബാങ്കിങ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞു. അതായത് റൂറൽ ഏരിയയിൽ ബാങ്കിങ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയയിൽ, ബാങ്കിങ് സർവീസസ് കടന്നു പോകാത്ത ഏരിയയിൽ അവർക്കൊരു മിഡിൽ മാൻ പോലെ വർക്ക് ചെയ്യുക. അവർക്ക് ബാങ്കിങ് സർവീസസ് അവൈലബിൾ ആവണമല്ലോ. വീട്ടിലൊക്കെ പോയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുക, കാശ് കൊണ്ട് കൊടുക്കുക, അങ്ങനെ അവർക്ക് ATM എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് ബാങ്കിങ് സർവീസസിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക. പിന്നെ കൃഷിക്കാരാണെങ്കിൽ ഇങ്ങനെ സർവീസസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ ബാങ്കിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ. അതായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നമ്മൾ പറഞ്ഞു. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ഗവൺമെൻറ്റിൽ തരത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റൊക്കെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആണ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ. 100% ഇക്വിറ്റി ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തിരിക്കണം. ലോഞ്ച് ചെയ്ത ഡേറ്റ് പഠിക്കാതെ തരില്ല. സെപ്റ്റംബർ 1, 2018 ആണ് ലോഞ്ച് ചെയ്ത ഡേറ്റ്. പഠിക്കുക തന്നെ വേണം. വിഷൻ എന്താണ്? ടു ബിൽഡ് ദ മോസ്റ്റ് ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് ട്രസ്റ്റഡ് ബാങ്ക് ഫോർ ദ കോമൺ മാൻ ഇൻ ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇനി ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, പേയ്മെൻറ്റ് ബാങ്കിന് എല്ലാ ഫംഗ്ഷൻസും 2 ലക്ഷം മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൂടുതൽ മേടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക, ബിയോണ്ട് വിച്ച് ദ അക്കൗണ്ട് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ഇൻ ടു പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്. ഇവർക്ക് അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത് കേട്ടോ. മറ്റു ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് ദ ബാങ്ക് വിൽ ബി മെയ്ഡ് അവൈലബിൾ ത്രൂ വാരിയസ് മീഡിയാസ്. കൗണ്ടർ സർവീസസ്, മൈക്രോ ATMs, മൊബൈൽ ബാങ്കിങ് ആപ്സ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, ഇൻ്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ബേസ്ഡ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആധാർ ടു ഓപ്പൺ അക്കൗണ്ട്സ്, QR കോഡ്, ബയോമെട്രിക്സ് വെച്ചിട്ട് ഓതൻറ്റിഫിക്കേഷൻ. പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എഴുത്തും വായനയൊന്നും അറിയാത്തവർക്ക് അതിനനുസരിച്ചുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ വഴി QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും ലഭ്യമാക്കും. ട്രാൻസാക്ഷൻസും പേയ്മെൻറ്റ്സും ഒക്കെ ഈസി ആക്കും. പിന്നെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. റെക്കഗ്നൈസ്ഡ് ദ ടയർലെസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് പോസ്റ്റ്മാൻ, ഗ്രാമീൺ ഡാക് സേവക്, ഇൻട്രൊഡ്യൂസ്ഡ് നിവേശക് ദീദി എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ്. എംപവറിംഗ് വുമൺ ബെനിഫിഷ്യറീസിന് വേണ്ടി നിവേശക് നീതി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് വാസ് ലോഞ്ച്ഡ് ഓൺ സെപ്റ്റംബർ 1, 2018 ആണ്. അപ്പോൾ ആ ഡേറ്റ് നന്നായി ഓർത്ത് വയ്ക്കണം. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു. പിന്നെ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിവേശക് ദീദി അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിവേശക് നീതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? പോസ്റ്റ് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. IPPB introduced services including loan referral services, low-cost health and accidental products like Antyodaya Shramik Suraksha Yojana for Shram Yogis registered on the eShram portal വഴി രജിസ്റ്റർ ചെയ്തവർക്ക് ഈ തരത്തിലുള്ള ആക്സിഡൻറ്റ് പ്രോഡക്ട്സ് ലൈക്ക് അന്ത്യോദയ ശ്രമിക് സുരക്ഷ യോജന എന്നൊക്കെ പറഞ്ഞ് അവൈലബിൾ ആണ്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ടു പെൻഷനേഴ്സ്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷനേഴ്സിന് കൊടുക്കുന്നുണ്ട്. സിറ്റിസൺ സർവീസസ് ഇനീഷ്യേറ്റീവ് ലൈക്ക് ആധാർ മൊബൈൽ അപ്ഡേറ്റ്, ചൈൽഡ് ആധാർ എൻറോൾമെൻറ്റ്, ആധാർ ബേസ്ഡ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, എനേബിളിംഗ് സിറ്റിസൺ ആക്സസ് ടു ഗവൺമെൻറ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാംസ് ലൈക്ക് PM കിസാൻ,
ഇങ്ങനെ ഒരുപാട് സർവീസസ് ഇതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയ സർവീസസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ലോക്കൽ ഏരിയ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് പറഞ്ഞത് ലോക്കൽ ഏരിയ. അപ്പോൾ മൂന്നെണ്ണാണെന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ട്, പിന്നെ ലോക്കൽ ഏരിയ ബാങ്ക് ഉണ്ട്. അപ്പോൾ ലോക്കൽ ഏരിയ ബാങ്ക് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പഠിക്കാം. ലോക്കൽ ഏരിയ ബാങ്ക്സ് ആർ സ്മോൾ പ്രൈവറ്റ് ബാങ്ക്സ് അണ്ടർ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ intermediation services in a limited area of operation, primarily in rural and semi-urban areas. The objective of setting up LAB was to enable the mobilization of rural savings and to make them available for investments in the local area. Some examples ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്, ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ് എന്നൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ ബാങ്ക് സ്മോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് തന്നെയാണ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യയിൽ വരുന്നത്. പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആർക്കൊക്കെയാണ് ലിമിറ്റഡ് ഏരിയയിൽ മാത്രമാണ് പ്രവർത്തന പരിധി ഉള്ളത്. റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിന് വേണ്ടിയിട്ടാണ് ലോക്കൽ ഏരിയ ബാങ്ക് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സെമി ആൻഡ് റൂറൽ ഏരിയയിൽ വേണ്ടിയിട്ട് സെമി അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്, സെമി അർബൻ ആൻഡ് റൂറൽ ഏരിയാസിലാണ് പ്രവർത്തനം ഉള്ളത്. ഓക്കെ, റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി പഠിക്കണം. നരസിംഹം കമ്മിറ്റിയാണ് കേട്ടോ. 1991 ആണ് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക് വാസ് ഗിവൺ. ആരാണ്? നരസിംഹ കമ്മിറ്റി ഇൻ 1991. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നത് ലോക്കൽ ഏരിയ ബാങ്ക് ഇൻ ഓഗസ്റ്റ് 1996 കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ്ഡ് ലോക്കൽ ഏരിയ ബാങ്ക് ഇൻ ഓഗസ്റ്റ് 1996 രജിസ്റ്റർ ചെയ്യുന്നത് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 ആണ്. പ്രൈവറ്റ് സെക്ടറിൽ, അതായത് ലോക്കൽ ഏരിയ ബാങ്ക്സ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഓർഗനൈസ്ഡ് അണ്ടർ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ബാങ്കിങ് ലൈസൻസ് RBI എന്ന് വാങ്ങണം. ഏത് പ്രകാരം? സെക്ഷൻ 22 പ്രകാരമുള്ള ബാങ്കിങ് ലൈസൻസ് അണ്ടർ ദ BR ആക്ട് പ്രകാരമുള്ള ലൈസൻസ് RBIയിൽ നിന്ന് വാങ്ങും വേണം. ഏത് സെക്ഷൻ പ്രകാരം വാങ്ങുക? സെക്ഷൻ 22 പ്രകാരം കേട്ടോ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഓൺലി ടൈപ്പ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ഇന്ത്യ. ഏതാണ്? ലോക്കൽ ഏരിയ ബാങ്കാണ് കേട്ടോ. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതായിരുന്നു. ഒരേ ഒരു നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോക്കൽ ഏരിയ ബാങ്കാണ്. ഓക്കെ, പിന്നെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, ട്രസ്റ്റ്, സൊസൈറ്റീസ്, ഇവർക്കൊക്കെ എന്ത് ലോക്കൽ ഏരിയ ബാങ്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് തുടങ്ങാം, കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന് തുടങ്ങാം, ട്രസ്റ്റിന് തുടങ്ങാം, സൊസൈറ്റീസിനും എല്ലാം എന്ത് തുടങ്ങാം? ലോക്കൽ ഏരിയ ബാങ്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ their ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? മാക്സിമം ഓഫ് 3 ജിയോഗ്രാഫിക്കലി കണ്ടിഗ്യസ് ഡിസ്ട്രിക്റ്റ് ആണ്. തുടർച്ചയായിട്ടുള്ള 3 ജിയോഗ്രാഫിക്കലി അടുപ്പിച്ച് കിടക്കുന്ന ഡിസ്ട്രിക്റ്റിലാണ് അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ ഇവർക്ക് അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആവാട്ടോ. ഷെഡ്യൂൾഡ് ബാങ്ക് ആവാൻ കുറച്ച് സർട്ടൻ ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, ഇവർ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി അതോറിറ്റി ആർക്കാണ്? RBIക്ക് തന്നെയാണ് കേട്ടോ. റെഗുലേറ്ററി ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ ഷെഡ്യൂൾഡ് ആണെന്ന് വെച്ചിട്ട് വേറെ അങ്ങനെയൊന്നും അല്ലാത്ത റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? RBIയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ ഷുഡ് ഹാവ് എ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ടാർജറ്റ് ഉണ്ട് 40%. അതായത് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിന് 40% പ്രയോറിറ്റി സെക്ടറിന് ലെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ടാർജറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് RBI. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അവരുടെ ടാർജറ്റ് എത്രയാണ്? 40% ആണ് കേട്ടോ. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് ടാർജറ്റ് കൊടുക്കുന്നത് 40% ആണ്. മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് വരിക വെച്ചാൽ 5 കോടിയാണ് കേട്ടോ. മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ വരുന്നത് 5 കോടിയാണ്. പിന്നെ പ്രയോറിറ്റി സെക്ടറിന് 40% കൊടുക്കണം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 2014 RBI പറഞ്ഞു ലാംസിന് ടു കൺവേർട്ട് ദംസെൽസ് ഇൻ ടു സ്മോൾ ഫിനാൻസ് ബാങ്ക് സബ്ജക്റ്റ് ടു മീറ്റിംഗ് പ്രിസ്ക്രൈബ്ഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ലാബായിട്ട് തുടരണമെന്നൊന്നുമില്ല. കാരണം ലാബിന് പറഞ്ഞല്ലോ ലോക്കൽ ഏരിയ ബാങ്കിന് പ്രവർത്തന പരിധി കുറവാണ്, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ RBI പറഞ്ഞു മാറേണ്ടവർക്ക്, അവർക്ക് സ്വയം സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറാൻ താല്പര്യമുണ്ട്, അവരുടെ പ്രവർത്തന പരിധി ഇത്രയും കൂടി കൂട്ടണം എന്നൊക്കെയാണെങ്കിൽ സബ്ജക്റ്റ് ടു മീറ്റിംഗ് പ്രിസ്ക്രൈബ്ഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താക്കി മാറ്റാം? സ്മോൾ ഫിനാൻസ് ബാങ്കാക്കി മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന 2 ആക്റ്റീവായിട്ടുള്ള ലോക്കൽ ഏരിയ ബാങ്ക്സ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലോക്കൽ ഏരിയ ബാങ്ക്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ടത് 5 കോടി മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ 5 കോടി വേണം കേട്ടോ. മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ 5 കോടിയാണ് വേണ്ടത്. അതിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല, കണ്ടില്ല അല്ലേ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. 5 കോടിയാണ്
5 കോടിയാണ് മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ വേണ്ടത്. മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത്? 5 കോടി കേട്ടോ. ഉണ്ട് മിനിമം ക്യാപിറ്റൽ അത് 5 കോടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഷുഡ് ഹാവ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് 5 crores. ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1996 ഓർത്ത് വയ്ക്കുക. രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പിന്നെ ലൈസൻസ്ഡ് BR ആക്ട് പ്രകാരം ലൈസൻസ്, അതായത് RBIയുടെ ലൈസൻസ് അക്വയർ ചെയ്യണം. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ് ഓൺലി ടൈപ്പ്. പ്രൊമോട്ടേഴ്സ് ആരൊക്കെ ആവാം? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആവാം, കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആവാം, ട്രസ്റ്റ് ആവാം, സൊസൈറ്റീസ് ആവാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ 3 തുടർച്ചയായിട്ടുള്ള ജോഗ്രഫിക്കലി കണ്ടിന്യൂസ് ഡിസ്ട്രിക്റ്റ് ആണ്. ദേ ഷുഡ് ഹാവ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ടാർജറ്റ് 40% ആണെന്ന് പറഞ്ഞു. 2014 വേണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞിട്ട്, കാരണം അവിടെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഫസ്റ്റ് ഗൈഡ് ലൈൻസ് വന്നത് 2014 13 നച്ചികത് മോർ കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെ കൂടി ഈ ഒരു ഡിഫറൻഷിയേറ്റഡ് ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഘടന RBI കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ലോക്കൽ ഏരിയ ബാങ്ക് ഏതെല്ലാമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ഉണ്ട് കേട്ടോ. 2 ലോക്കൽ ബാങ്ക് ആണ് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻ ദ കൺട്രി ഈ ഒരു രീതിയിൽ. ബാക്കിയൊക്കെ കുറേയൊക്കെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് മാറി കേട്ടോ, മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് 1999 തുടങ്ങിയത് വിജയവാഡയിൽ ആന്ധ്രാപ്രദേശിൽ ഫസ്റ്റ് ലോക്കൽ ഏരിയ ബാങ്കായിട്ട് കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്കാണ്. കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക്, കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക് 2001 ഹൈദരാബാദ് തെലങ്കാനയിലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്തു കേട്ടോ, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ടായത്. പിന്നെ സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് സ്മോളസ്റ്റ് ലേബായിരുന്നു, ലോക്കൽ ഏരിയ ബാങ്ക് ആയിരുന്നു. പക്ഷേ അവരുടെ ലൈസൻസ് ഡിസംബർ 2022 RBI ക്യാൻസൽ ചെയ്യുണ്ടായി. ഇതിപ്പോൾ നമ്മുടെ ഏത് ക്വസ്റ്റ്യനിലായിരുന്നു? നമ്മുടെ JCIക്ക് ആയിരുന്നു തോന്നുന്നുണ്ടല്ലേ സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് ചോദിച്ചത്. സുഭദ്ര ലോക്കൽ ഏരിയ ബാങ്ക് സ്മോളസ്റ്റ് ലോക്കൽ ഏരിയ ബാങ്ക് ആയിരുന്നു. ലൈസൻസ് ക്യാൻസൽ ചെയ്തു 2020 RBI കേട്ടോ. കുറച്ച്, അതായത് RBIയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് പുറപ്പെടുപ്പിച്ചിട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്തോ കാരണമാണ് സുഭദ്ര ലോക്കലൈസ് ബാങ്കിന് കേട്ടോ. പിന്നെ അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം, തിരിച്ച് അക്വയർ ചെയ്താൽ മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, ഇനി തിരിച്ച് ആ സ്റ്റാറ്റസ് കൊടുക്കുള്ളൂ. സബ്ജക്റ്റ് ടു പ്രൊഡൻഷ്യൽ നോംസ് എല്ലാം ബാധകമാണ് കേട്ടോ. പ്രൊഡൻഷ്യൽ നോംസും അതുപോലെ പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം നോർമൽ ബാങ്കിൻ്റെ പോലെ തന്നെ ബാധകമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോക്കൽ ഏരിയ ബാങ്ക്. ചെറിയൊരു ഭാഗമാണ് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. നരസിംഹ കമ്മിറ്റീനെ ഓർത്തിരിക്കുക, 5 കോടീനെ ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 1996 തുടങ്ങിയെന്ന് ആലോചിക്കുക. പിന്നെ ലൈസൻസ് അക്വയർ ചെയ്യണമെന്ന് ആലോചിക്കുക. ലൈസൻസ് അക്വയർ ചെയ്താലും ഇവരുടെ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി അതോറിറ്റി ആര് തന്നെയാണ്? RBI തന്നെയാണ് കേട്ടോ. RBI തന്നെയാണ് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ബോഡി വരുന്നത്. ഓൺലി ടൈപ്പ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആണ്. പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ് എൻറ്റിറ്റീസും ട്രസ്റ്റും സൊസൈറ്റീസും ഒക്കെയാണ്. 3 ജോഗ്രഫിക്കലി തുടർച്ചയായിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് പ്രവർത്തന പരിധി വരുന്നത്. പിന്നെ 40% പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ടാർജറ്റ് ഉള്ളത്. 2014 വേണമെങ്കിൽ ഇവരോട് എന്തായി മാറ്റം പറഞ്ഞു, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആവേണ്ടവർക്ക് ആയിക്കോളം പറഞ്ഞു. ഈ ക്രൈറ്റീരിയ ഒക്കെ എലിജിബിൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് RBI ഉത്തരവ് പുറപ്പെടുവിച്ചു. 2 പ്രധാനപ്പെട്ട ആക്റ്റീവായിട്ടുള്ള ലോക്കൽ ഏരിയ ബാങ്ക് കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്കും കൃഷ്ണ ഭീമ സമൃദ്ധി ആയിരുന്നു. ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു പോയി. പിന്നെ സുഭദ്രേനാണെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. വേറെ 11ഓളം ഉണ്ടായിരുന്നു ലോക്കൽ ഏരിയ ബാങ്ക്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ പറഞ്ഞ പോലെ പല പല മാറ്റങ്ങളും വരുത്തിയിട്ട് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു, മാറി മറിഞ്ഞും പോയതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ളത് മാത്രമേ 2 മാത്രം ഓർത്തിരുന്നാൽ മതി കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട നമുക്കൊരു ഡിഫറൻസ് പോലെ നമുക്ക് പഠിച്ചു വയ്ക്കാം. പേയ്മെൻറ്റ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുള്ള ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ഒരു റിവിഷൻ പോലെ കേട്ടോ. രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് എങ്ങനെയാണ്? രജിസ്റ്റേർഡ് അണ്ടർ പേയ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം, ലൈസൻസ്ഡ് അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ കേസാണെങ്കിൽ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്, ലൈസൻസ്ഡ് അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെയിം തന്നെയാണ്. എലിജിബിലിറ്റി പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡേഴ്സും റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ് NBFCസും ടെലികോം കമ്പനീസും സൂപ്പർ മാർക്കറ്റ് ചെയിൻസും പബ്ലിക് സെക്ടർ എൻറ്റിറ്റീസും ഒക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങാൻ എലിജിബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യൻസും പ്രൈവറ്റ് കമ്പനീസും സൊസൈറ്റീസും NBFCസും MIBസും ലോക്കൽ ഏരിയ ബാങ്ക്സിനൊക്കെ എന്ത് തുടങ്ങാം? സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് തുടങ്ങാൻ പറ്റും കേട്ടോ. മിനിമം 100 കോടിയാണ്. ഇവിടെ 100 കോടി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 200 കോടിയാണ് കേട്ടോ. FDI അലൗഡ്, അതായത് 74% ആണ്
FDA അലൗഡ് എന്ന് പറയണത്. ഓക്കെ, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം. ഏതാണ് ആക്സെപ്റ്റ് ചെയ്യാം? ഡിമാൻഡ് ഡെപ്പോസിറ്റ് മാത്രമാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇല്ല, NRI ഡെപ്പോസിറ്റ് ഇല്ല. ഓക്കെ, ഇവിടെ എല്ലാ തരത്തിലുള്ള ഡെപ്പോസിറ്റുകളും ആക്സെപ്റ്റ് ചെയ്യാം. റെസ്ട്രിക്ഷൻസ് ഓൺ ഡെപ്പോസിറ്റ് അപ് ടു 2 ലക്ഷം വരെ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും സ്വീകരിക്കാം. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് രണ്ടിനും അവൈലബിൾ ആണ്. ലെൻഡ് ലോൺസ്, ഇവിടെ ലോൺസ് കൊടുക്കാൻ പാടില്ല, പക്ഷേ ഇവിടെ 50% ലോൺ പോർട്ട്ഫോളിയോ മസ്റ്റ് ബി ലോൺസ് ആൻഡ് അഡ്വാൻസസ് അപ് ടു 25 lakhs സീൽ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇഷ്യൂ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്, ഓൺലി ഡെബിറ്റ് കാർഡ് മാത്രമേ കൊടുക്കുള്ളൂ, ക്രെഡിറ്റ് കാർഡ് കൊടുക്കില്ല. ഇവിടെ പിന്നെ രണ്ടും, ക്രെഡിറ്റ് കാർഡും കൊടുക്കും, ഡെബിറ്റ് കാർഡും കൊടുക്കും. കമ്മിറ്റി പറഞ്ഞു, നച്ചിക്കത് മോറാണ് കമ്മിറ്റി ടു ഇവാലുവേറ്റ് അപ്ലിക്കേഷൻസ് ഫോർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നച്ചിക്കത് മോറാണ് ഇവിടുത്തെ കമ്മിറ്റി പറഞ്ഞത്. ഇവിടെ ഉഷ തോറട്ട് കമ്മിറ്റിയാണ് ആരുമായി ബന്ധപ്പെട്ടുള്ളത്? സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി SLRൻ്റെയും CRRും അപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിച്ചത്. അപ്ലിക്കബിൾ ആണ്, രണ്ട് കൂട്ടർക്കും അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഓക്കെ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നോംസ് അപ്ലിക്കബിൾ ആണോ? ഇവിടെ ലോൺസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണം അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ 75% ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് എയർടെൽ, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, PayTM, ഫിനോ, ഉജ്ജീവൻ. ഇവിടെ ഉജ്ജീവനും ഉത്കർഷും ജന എയും ഒക്കെയാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം പ്രധാനപ്പെട്ടത് മാത്രം ഓർത്തിരിക്കുക കേട്ടോ, നമുക്ക് എല്ലാം കൂടി ഓർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ കവർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് പോയിൻറ്റ്സൊക്കെ നന്നായി വൃത്തിക്ക് എഴുതി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ട കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നാളെ നെക്സ്റ്റ് ഡേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.